നമ്മളിപ്പോൾ സേലത്താണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയേക്കേട്ടോ പുറത്തേക്ക്. വേണ്ട മോനെ. അപ്പോൾ ഒരുപാട് ഫുഡുകൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഫുഡുകളൊന്നും വായ വയ്ക്കാൻ പറ്റില്ല. ഞാനൊന്നും കഴിക്കുന്നില്ല ഇവിടുന്ന്. എനിക്ക് അന്നും മതിയായി. കഴിക്കാം. ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ കയറിയൊക്കെയാണ്. സേലം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുള്ളത്. ഏകദേശം കടകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടകളൊക്കെ പൂട്ടി. അത് കാരണം ഇപ്പോൾ ഒന്നുമില്ല കുടിക്കുക. നേരെ പോയി നോക്കാം. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഭയങ്കര ശല്യമുണ്ട് രാത്രിയിൽ. വളഞ്ഞേക്കാണ്. നോക്കി നോക്കാം. ടീ കുടിക്കാൻ വന്നേക്കാണ്. അവിടെ ചെമ്പ് പാത്രം കണ്ടില്ല. ഞാൻ ചായ മാത്രം കുടിക്കണുള്ളൂ. അവരൊക്കെ ബിരിയാണി കഴിച്ചു. ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ബിസ്ക്കറ്റ് എപ്പോൾ ഒന്ന് കഴിക്കണതാണ്. ഇത് ചോറൊന്നും എനിക്ക് പറ്റില്ല രാത്രിയിൽ. ഓയിൽ ടൈപ്പാണ്. ഞാൻ ചായ മാത്രം കുടിക്കുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് കഴിക്കുള്ളൂ. ഒരു 11 മണിയായി. ഈ തമിഴ്നാട്ടിൽ രാത്രിയിൽ 11 മണി ആകുമ്പോൾ എല്ലാ കടയും ലോക്ക് ചെയ്യിപ്പിക്കും. എല്ലാം അടയ്ക്കും. പോലീസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ. വേണ്ട മൊത്തം ഇരുട്ടായി ഇവിടെ. എല്ലാ കടയും ക്ലോസ് ചെയ്തു. റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. നമ്മളൊരു ചായ കുടിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ കടകളെല്ലാം മൂടായിരുന്നു. ഇവിടെ അങ്ങനെ ഇഡ്ഡലി, ദോശ, അങ്ങനെ നൈറ്റ് തട്ടുകട അതൊന്നുമില്ല. ഹോട്ടലുകളൊക്കെ ചെറിയ അടച്ചു തുടങ്ങി. ഞങ്ങൾ ചായ ഒരു ബിസ്ക്കറ്റ് തിന്നു. പിന്നെ ഇതാ ഒരു നുറുക്ക് മേടിച്ച് തിന്നുകയാണ്. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ രക്ഷയില്ല ഭക്ഷണം കിട്ടാൻ. ചെറുകിട ബലൂൺ കച്ചവടക്കാരൊക്കെ പുറത്തങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രാത്രി ഒന്ന് വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ 11 മണിയായി. കടകളൊക്കെ അടപ്പിക്കുകയാണ്. പിന്നെ ഹോട്ടലൊക്കെ ഇവിടെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയിൽ പോലീസ് ഹോട്ടലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഇത് പോസ്റ്റുമത്തെ വെളിച്ചം മാത്രമേ ഇവിടെ ഉള്ളൂ. കടകളെല്ലാം മൂടിക്കഴിഞ്ഞു. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ രാത്രി പുറത്തേക്ക് ഇറങ്ങി റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അവരങ്ങനെ വീഡിയോ പിടിക്കാനുള്ള അലോഡൊന്നുമില്ല. പ്രശ്നമാവും. അത് കാരണം ഞങ്ങൾ അവരൊന്നും വീഡിയോ പിടിക്കുന്നില്ല. ഈ സേലം റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഇവിടങ്ങളിൽ മഴയില്ലാത്ത കാരണം രാത്രിയിൽ എല്ലാവരും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉമ്മർത്താണ് കിടന്ന് ഉറങ്ങണത്. നല്ല സുഖമാണ്, നല്ല കാറ്റ്. ഞങ്ങൾ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് കയറി. ഇവിടെ സൈഡിലൊക്കെ ചെറിയ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇടത് ഭാഗത്തൊരു അടിക്കൂടെയാണ് നമ്മുടെ പൂവാള എൻട്രൻസ് ഭാഗമുള്ളത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ഇവിടെ തൃശ്ശൂർക്കുള്ള. അങ്ങനെ 4ാമത്തേൽ ഇവിടെയാണ് വരിക. ഞങ്ങൾക്ക് പോവാനുള്ള ട്രെയിൻ വന്നു.